ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൻ. ഇന്നത്തെ സ്പെഷ്യൽ തലക്കറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. മീനിൻ്റെ തലക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ജസ്റ്റ് ഒന്ന് കളർ മാറാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 6 വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഇതാ ഇവിടെ ഇപ്പോൾ കളർന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ നല്ല എരിവെള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ 3 കഷ്ണം കുടംപുളി ചെറുതായി കട്ട് ചെയ്തിട്ട് 2 കപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം മൂടി വെക്കാതെ ഇതേപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്യാം. ഞാനിതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നമുക്കിതിപ്പോൾ നല്ലോണം തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമ്മുടെ ഫിഷ് തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.